ബച്ചോ, വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ 5ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താണ്? ആസമാൻ കേലിയെ. ആസമാൻ എന്താ? ആകാശം, ആകാശത്തിനു വേണ്ടി. എല്ലാവരും ചിത്രം കണ്ടോ? ആരുടെ ചിത്രമാണ് ഇവിടെയുള്ളത്? ഇവിടെ ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ വനിതാ ബഹിരാകാശ സഞ്ചാരിയായ കൽപ്പന ചൗളയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ ആരെ പറ്റിയാണ് പഠിക്കാനുള്ളത്? കൽപ്പന ചൗളയെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പാഠഭാഗം നോക്കാം. विज्ञान के क्षेत्र में भारतीय नारियों ने महान उपलब्धियां हासिल की हैं. अंतरिक्ष क्षेत्र में सफलतापूर्वक प्रयोग करके भारत के नाम को 4 चांद लगाने वाली नारी है कल्पना चावला. विज्ञान के क्षेत्र में, विज्ञान സയൻസ്, ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ, ക്ഷേത്ര മേഖല, ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ഭാരതീയ നാരിയോനെ മഹാൻ ഉപലബ്ധിയാം ഹാസിൽ കി ഹെ. ഭാരതീയ സ്ത്രീകൾ, ഭാരതത്തിലെ സ്ത്രീകൾ എന്താണ്? പ്രശസ്തമായ പദവികൾ, മഹാൻ ഉപലബ്ധി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പദവികൾ ഹാസിൽ കി ഹെ, നേടിയെടുത്തിട്ടുണ്ട്. ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ഭാരതത്തിലെ സ്ത്രീകൾ ഒരുപാട് പ്രധാനപ്പെട്ട പദവികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നേടിയെടുത്തിട്ടുണ്ട്. अंतरिक्ष क्षेत्र में सफलतापूर्वक प्रयोग करके भारत के नाम को 4 चांद लगाने वाली नारी है കൽപ്പന ചൗള. അന്തരീക്ഷ ക്ഷേത്രമേ, അതായത് ബഹിരാകാശ മേഖലയിൽ സഫലതാപൂർവക് പ്രയോഗ കർക്കെ, ആ ഒരു അന്തരീക്ഷ ക്ഷേത്ര അതായത് ബഹിരാകാശ മേഖലയിൽ പ്രയത്നിച്ച് വിജയം കൈവരിച്ച് ഭാരത് കെ നാം കോ, ഭാരതത്തിൻ്റെ പേര് 4 ചാന്ദ് ലഗാനെ വാലി നാരി ഹെ, അതായത് ഭാരതത്തിൻ്റെ യശസ്സുയർത്തിയ, 4 ചാന്ദ് ലഗാന യശസ്സുയർത്തുക, യശസ്സുയർത്തിയ ഒരു സ്ത്രീയാണ് ആര്? കൽപ്പന ചൗള. ബഹിരാകാശ മേഖലയിൽ തൻ്റെ ഒരു വലിയ വിജയം, ഒരു നേട്ടം കൈവരിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ പേര് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ യശസ് ഉയർത്തിക്കാട്ടിയ ഒരു വനിതയാണ് ആര്? കൽപ്പന ചൗള. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? കൽപ്പന ചൗളയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇനി നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. കൽപ്പന ചൗള का जन्म हरियाणा के करनाल जिले में हुआ. वे बाल्यकाल से ही परिश्रमी और प्रतिभाशालिनी थी. कल्पना चावला की कल्पनाओं में आकाश और आकाश के पार का संसार रहता था. उनकी कल्पनाओं ने ही उन्हें अंतरिक्ष यात्रा कराई. उनके पिता बनारसी लाल चावला की इच्छा थी कि पुत्री अध्यापिका या डॉक्टर बने, परंतु कल्पना के मन में अंतरिक्ष जगत के रहस्यों को खोलने का सपना था. इसलिए उन्होंने पंजाब इंजीनियरिंग कॉलेज चंडीगढ़ में प्रवेश लिया था. उनका प्रिय विषय अंतरिक्ष विज्ञान था. कल्पना चावला का जन्म हरियाणा के करनाल जिले में हुआ. കൽപ്പന ചൗള ജനിച്ചത് എവിടെയാണ്? ഹരിയാനയിലെ കർണാൽ എന്ന ജില്ലയിലാണ് കൽപ്പന ചൗള ജനിച്ചത്. വേ ബാല്യകാൽ സേ ഹി പരിശ്രമി ഓർ പ്രതിഭാശാലിനി ഥി. കൽപ്പന ചൗള ബാല്യകാൽ, കുട്ടിക്കാലം തൊട്ട് തന്നെ, ബാല്യകാലം മുതൽക്ക് തന്നെ പരിശ്രമിയും പ്രതിഭാശാലിനി ഥി, പ്രതിഭാശാലിയും ആയിരുന്നു. ഒരുപാട് കഴിവുകളോട് കൂടിയ ഒരു കുട്ടിയായിരുന്നു ആര്? കൽപ്പന ചൗള. कल्पना चावला की कल्पनाओं में आकाश और आकाश के पार का संसार रहता था. കൽപ്പന ചൗളയുടെ കൽപ്പനകളിൽ അല്ലെങ്കിൽ സങ്കല്പങ്ങളിൽ ആകാശ് ഓർ ആകാശ് കെ പാർ കാ സംസാർ രഹത്താ ഥ. കൽപ്പനയുടെ സങ്കല്പങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിന്നത് എന്തൊക്കെയായിരുന്നു? ആകാശവും ആകാശത്തിന് പുറത്തുള്ള ലോകത്തെ പറ്റി.
ആകാശ് കെ പാർ കാ സംസാർ, അതായത് ആകാശത്തിന് പുറത്തുള്ള ലോകത്തെ പറ്റിയുമായിരുന്നു കൽപ്പന ഏറ്റവും കൂടുതൽ സങ്കല്പങ്ങൾ നെയ്തുകൂട്ടിയിരുന്നത്. ഉൻകി കൽപ്പനാओं ഹി ഉനെ അന്തരീക്ഷ യാത്ര കരായി. തൻ്റെ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ തന്നെയാണ് എന്തു ചെയ്തത്? കൽപ്പനയെ ആ ഒരു ബഹിരാകാശ സഞ്ചാരത്തിലേക്ക് നയിച്ചത്. उनके पिता बनारसी लाल चावला की इच्छा थी कि पुत्री अध्यापिका या डॉक्टर बने. उनके पिता, കൽപ്പന ചൗളയുടെ അച്ഛൻ്റെ പേരെന്താണ്? ബനാറസി ലാൽ ചൗള. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്തായിരുന്നു? ഉൻകി ഇച്ഛാ थी कि പുത്രി അധ്യാപികയായ ഡോക്ടർ ബനെ. തൻ്റെ മകൾ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ആക്കുക എന്നതായിരുന്നു കൽപ്പന ചൗളയുടെ പിതാവിൻ്റെ ആഗ്രഹം. परंतु कल्पना के मन में अंतरिक्ष जगत के रहस्यों को खोलने का सपना था. പക്ഷേ കൽപ്പനയുടെ മനസ്സിൽ എന്തായിരുന്നു ആഗ്രഹം? അന്തരീക്ഷ ജഗത് കെ, ബഹിരാകാശത്തിലെ രഹസ്യോം കോ ഖോൽന, എന്താ ബഹിരാകാശത്തിലെ രഹസ്യങ്ങളെ തുറന്നു കാട്ടുക എന്നതായിരുന്നു കൽപ്പന ചൗളയുടെ ഏറ്റവും വലിയ സ്വപ്നം. इसलिए उन्होंने पंजाब इंजीनियरिंग कॉलेज चंडीगढ़ में प्रवेश लिया था. അതായത് കൽപ്പന എന്ത് ചെയ്തു? തൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ത് ചെയ്തു? പ്രവേശനം നേടി. അതെവിടെയാണ്? ചണ്ഡീഗഡിലെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ കൽപ്പന ചൗള പ്രവേശനം നേടി. ഉൻകാ പ്രിയ വിഷയ് അന്തരീക്ഷ വിജ്ഞാൻ ഥ. കൽപ്പന ചൗളയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? അന്തരീക്ഷ വിജ്ഞാൻ, സ്പേസ് സയൻസ് ആയിരുന്നു കൽപ്പന ചൗളയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. മനസ്സിലായോ? പിന്നെ എന്തൊക്കെയാ പറയുന്നത്? ഉൻ ദിനോ വൈമാനികി ഓർ അന്തരീക്ഷ വിജ്ഞാൻ ജൈസെ വിഷയോ മേ യുവതിയോ കി രുചി കം ഹോത്തി ഥി. ആ ഒരു സമയത്ത്, അതായത് കൽപ്പന ചൗളയുടെ ആ ഒരു സമയത്ത് വൈമാനികി എയർക്രാഫ്റ്റിനെ പറ്റിയുള്ള പഠനത്തിലും പിന്നെ എന്താ അന്തരീക്ഷ വിജ്ഞാൻ, ബഹിരാകാശത്തെ പറ്റിയുള്ള പഠനത്തിലും യുവതിയോങ്കി രുചി കം ഹോത്തി ഥി. എന്താ യുവതികൾക്ക്, അതായത് സ്ത്രീകൾക്കുള്ള ആ ഒരു താല്പര്യം, രുചി എന്താ? താല്പര്യം. ഇത്തരത്തിലുള്ള വിഷയങ്ങളോടുള്ള സ്ത്രീകളുടെ താല്പര്യം എന്തായിരുന്നു? ആ സമയത്ത് വളരെ കുറവായിരുന്നു. अपनी दृढ़ इच्छा और संकल्प के कारण कल्पना इस क्षेत्र में अध्ययन करने पर अडिग रही. अपनी दृढ़ ഇച്ഛ, തൻ്റെ ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി, ഓർ സങ്കല്പക്കെ കാരൻ, തൻ്റെ സങ്കല്പങ്ങളും കാരണം എന്ത് ചെയ്തു? കൽപ്പന ഇസ് ക്ഷേത്രമേ അധ്യയൻ കർണേ പർ അഡിഗ് രഹി. ആ ഒരു ഫീൽഡിൽ തന്നെ എന്താ പഠനം നടത്താനായിട്ട് കൽപ്പന എന്ത് ചെയ്തു? അഡിഗ് രഹി, അതായത് ഉറച്ച് തീരുമാനമെടുത്തു. ഉനോനെ BE की उपाधि प्राप्त की और उच्च शिक्षा के लिए अमेरिക്ക गई. എന്ത് ചെയ്തു? BE, അതായത് എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം ബാക്കിയുള്ള പഠനത്തിനായിട്ട് എന്ത് ചെയ്തു? തുടർ പഠനത്തിനായിട്ട് അമേരിക്കയിലേക്ക് ആര് പോയി? കൽപ്പന പോയി. टेक्सास विश्वविद्यालय से इंजीनियरिंग में स्नातकोत्तर तथा कोलोराडो विश्वविद्यालय से PhD की उपाधि प्राप्त की. ടെക്സാസ് വിശ്വവിദ്യാലയം എന്താ? യൂണിവേഴ്സിറ്റി. ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മേ സ്നാതകോത്തർ, അതായത് എഞ്ചിനീയറിംഗിൽ എന്ത് ചെയ്തു? സ്നാതകോത്തർ, ഗ്രാജുവേഷൻ നേടിയെടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? കൊളറാഡോ വിശ്വവിദ്യാലയസെ PhD की उपाधि की. കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhDയും നേടിയെടുത്തു. अमेरिका के सर्वोच्च अंतरिक्ष अनुसंधान केंद्र नासा में सन 1988 में वैज्ञानिक के रूप में कार्य करने लगी. എന്ത് ചെയ്തു? അമേരിക്കയിലെ പ്രധാനപ്പെട്ട അന്തരീക്ഷ അനുസന്ധാൻ കേന്ദ്ര, അതായത് സ്പേസ് റിസർച്ച് സെൻ്ററായ നാസയിൽ എന്ത് ചെയ്തു? 1988 വൈജ്ഞാനിക രൂപമേ, ഒരു സയൻറ്റിസ്റ്റിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്തു? ജോലി ചെയ്യാനായിട്ട് തുടങ്ങി. വൈജ്ഞാനിക്, സയൻറ്റിസ്റ്റ്, ശാസ്ത്രജ്ഞ. എന്നാണ് 1988 നാസയിൽ എന്ത് ചെയ്തു? ഒരു സയൻറ്റിസ്റ്റായിട്ട് ജോലി ചെയ്യാനായിട്ട് തുടങ്ങി.
ശേഷം എന്താ? കൽപ്പന ചൗള കാ സപ്ന 1994 में സാകാർ ഹോ ഗയ. കൽപ്പന ചൗളയുടെ സ്വപ്നം 1994 എന്ത് ചെയ്തു? സഫലമായി. എങ്ങനെയാണ്? ജബ് ഉന്നെ അന്തരീക്ഷ യാത്രിക രൂപമേ ചുൻ ലിയാ ഥ. എപ്പോഴാണോ കൽപ്പന ചൗളയെ ബഹിരാകാശ സഞ്ചാരി, അന്തരീക്ഷ യാത്രി ബഹിരാകാശ സഞ്ചാരിയുടെ രൂപത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്, ചുനന തിരഞ്ഞെടുക്കപ്പെട്ടത്, അപ്പോൾ എന്ത് ചെയ്തു? കൽപ്പനയുടെ സ്വപ്നം പൂർത്തിയായി. എന്നാണത് നടന്നത്? 1994 കൽപ്പന ചൗളയെ ബഹിരാകാശ യാത്രയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 19 नवंबर 97 को उन्होंने अंतरिक्ष यात्रा की. അപ്പോൾ കൽപ്പന ചൗള ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് എന്നാണ്? 1997 നവംബർ 19 ആദ്യമായി കൽപ്പന ചൗള എന്ത് ചെയ്തു? ബഹിരാകാശ യാത്ര നടത്തി. इस प्रकार वे भारत की पहली महिला अंतरिक्ष यात्री बनी. ഇതിലൂടെ എന്ത് ചെയ്തു? കൽപ്പന ചൗള ഭാരതത്തിലെ ആദ്യ വനിതാ ബഹിരാകാശ സഞ്ചാരിയായിട്ട് എന്ത് ചെയ്തു? അറിയപ്പെട്ടു. കൽപ്പന की दूसरी अंतरिक्ष उड़ान 16 जनवरी 2003 को शुरू हुई. കൽപ്പനയുടെ രണ്ടാമത്തെ അന്തരീക്ഷ യാത്ര എന്നായിരുന്നു? 2003 ജനുവരി 16 ആരംഭിച്ചു. വേ കൊളംബിയ മിഷൻ അഭിയാൻ की यात्रा में മിഷൻ വിശേഷജ്ഞ രഹി. കൽപ്പന ചൗള എന്ത് ചെയ്തു? കൊളംബിയ മിഷൻ, അതായത് കൊളംബിയ മിഷൻ, അതായത് ആ ഒരു കൊളംബിയ ദൗത്യത്തിൽ എന്ത് ചെയ്തു? കൊളംബിയ की उड़ान पर वे കൊളംബിയ മിഷൻ അഭിയാൻ की यात्रा में മിഷൻ വിശേഷജ്ഞ രഹി. അതായത് ആ ഒരു കൊളംബിയ ദൗത്യത്തിൽ എന്ത് ചെയ്തു? മിഷൻ വിശേഷജ്ഞ, അതായത് ആ ഒരു മിഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? കൽപ്പന ചൗള സ്ഥാനമേറ്റു. കൊളംബിയ की उड़ान पर जाने से पूर्व कल्पना ने किसी पत्रिका के संवाददाता से कहा था. അതായത് കൊളംബിയ ദൗത്യത്തിൽ ആ ഒരു യാത്രയിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി, ജാനേസെ പൂർവ്വ, അതിന് തൊട്ട് മുൻപായി കൽപ്പന എന്ത് ചെയ്തു? കിസി പത്രികക്കെ സംവാദദാത, ഒരു പത്രിക ഒരു നോവൽ, അതായത് ഒരു പത്രികയുടെ സംവാദദാതാസെ, അതായത് അതിലെഴുതുന്ന ആ ഒരു എഡിറ്ററിനോട് എന്ത് ചെയ്തു? കൽപ്പന ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? പരിസ്ഥിതിയാ കൈസേ ഭി ഹോ, അതായത് നമ്മളുടെ ചുറ്റുപാട് എങ്ങനെ ഇരുന്നാലും മെഹനത് കർത്തേ രഹ്നേസെ, നമ്മൾ പരിശ്രമിക്കുന്നതിലൂടെ സപ്നെ സാകാർ ഹോനേമേം സഹായത അവശ്യം മിൽത്തി ഹേ, നമ്മുടെ സ്വപ്നം പൂർത്തിയാകാനായിട്ട് നമുക്ക് എന്ത് ചെയ്യും? സഹായങ്ങൾ നമ്മളെ തേടി വരും. നമ്മൾ എന്ത് ചെയ്യുക? പരിശ്രമിക്കുക മാത്രം ചെയ്താൽ മതി. നമുക്കതിലൂടെ എന്ത് ചെയ്യാം? നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാനായിട്ട് കഴിയുമെന്ന് ആര് പറഞ്ഞു? കൽപ്പന ചൗള പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു കൊളംബിയ ദൗത്യത്തിൽ എന്ത് ചെയ്തു? കൽപ്പന ചൗളയ്ക്ക് തൻ്റെ ജീവൻ എന്ത് ചെയ്തു? നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ബഹിരാകാശ സഞ്ചാരം, അതായത് ആ ഒരു സ്പേസ് ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ പേര് ഉയർത്തിക്കാട്ടിയ ഒരു വനിതയാണ് ആര്? കൽപ്പന ചൗള. എന്താണ്? നമ്മുടെ ഭാരതത്തിലെ നമ്മുടെ എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയെ കൂടിയാണ് ആര്? കൽപ്പന ചൗള. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ കൽപ്പന ചൗളയെ പറ്റി കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. അപ്പോൾ പാഠം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നന്നായിട്ട് എഴുതാൻ പറ്റുകയുള്ളൂ. എല്ലാവരും എന്ത് ചെയ്യുക? പാഠം ഒന്നുകൂടി വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ധന്യവാദം.